ഇത് രാമായണ മാസമാണ്. രാമായണം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അധ്യാത്മരാമായണമാണ്. എഴുത്തച്ഛൻ തുഞ്ചത്തെഴുത്തച്ഛവാദർ രചിച്ച അധ്യാത്മരാമായണം. സംസ്കൃതത്തിനില്ലാത്ത പ്രൗഢിയും പണ്ഡിയും വശ്യതയും അധ്യാത്മരാമായണത്തിനുണ്ട്. അധ്യാത്മരാമായണം അതുകൊണ്ടാണ് കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യമായി മാറിയത്. എല്ലാ കവികളും കേരളീയ കവികളും ആഗ്രഹിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ അധ്യാത്മരാമായണം പോലെ കവിത എഴുതണം എന്നാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ നാം ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. അതിലാദ്യം തന്നെ എഴുത്തച്ഛൻ വാണിമാതാവിനെയാണ്, ദേവി സരസ്വതിയാണ് പൂജിക്കുന്നത്. എൻ്റെ നാവിൽ നടനം ചെയ്യണം എന്നാണ്. വാണിയിടുകനാരതമെന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നീ മുതാ നാവിന്മേൽ നടനം ചെയ്യുക കിടാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാൻഹേ ഭാര്യ വാരിജി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവൈ തോന്നിയിടം കാലി കാലി. അതായത് കാലികാലി സന്ദർഭാനുസരണം ഉചിതമായ പദങ്ങൾ എൻ്റെ തൊഴിൽ തുളുമ്പി നിൽക്കണം എന്നാണ് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നത്.